സെബിയുടെ ഒത്തുകളികളെ നിയമപരമായും രാഷ്ട്രീയമായും പ്രതിപക്ഷം നേരിടും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റ തീരുമാനത്തെ ചോദ്യം ചെയ്ത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റ തീരുമാനത്തെ ചോദ്യം ചെയ്ത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. അദാനി ഗ്രൂപ്പ് നൽകിയ കത്തിൽ സർക്കാർ ഇതുവരെ സ്വീകരിച്ച നടപടികൾ എന്താണെന്നും ഈ വിഷയത്തിൽ നിയമോപദേശം തേടിയിട്ടുണ്ടോ എന്നും വ്യക്തമാക്കണമെന്ന് പിണറായി വിജയൻ കത്തിൽ ആവശ്യപ്പെട്ടു. സർക്കാർ പുലർത്തുന്ന മൗനം ദുരൂഹതമാണെന്നും കരാർ ലംഘനത്തെ ലാഘവത്തോടെ കാണാനാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സർക്കാരിന് അദാനി കമ്പനി നൽകിയ കത്തിന്മേൽ എന്ത് നടപടികളാണ് സ്വീകരിച്ചതെന്നും ഇതുമായി ബന്ധപ്പെട്ട് നിയമോപദേശം തേടിയിട്ടുണ്ടോ എന്നും തുടർ നടപടികൾ അറിയിക്കണമെന്നും പിണറായി വിജയൻ കത്തിൽ പറയുന്നു. ഓഹരി കൈമാറ്റത്തിനു വേണ്ടി സെബിക്ക് അദാനി ഗ്രൂപ്പ് കത്തു നൽകിയ കാര്യം പുറത്തു വന്നിട്ടും സർക്കാർ സംസ്ഥാനത്തിന്റെ ആശങ്കകൾ പരിഹരിക്കാൻ മടിച്ചു നിൽക്കുകയാണെന്ന് പിണറായി വിജയൻ നേരത്തെ ആരോപിച്ചിരുന്നു. ഓഹരി കൈമാറ്റം സംബന്ധിച്ച് സെബി തീരുമാനം ഏകപക്ഷീയമായി കൈക്കൊള്ളാൻ അവസരം നൽകാതെ സർക്കാരുമായുള്ള കരാറിൽ ഓഹരി കൈമാറ്റത്തിന് മുൻകൂർ അനുമതി ലഭ്യമാക്കാത്തതും കമ്പനി നടത്തിയ വെളിപ്പെടുത്തൽ പൂർണ്ണമല്ലാത്തതും ഉടൻ തന്നെ അറിയിക്കേണ്ടതായിരുന്നു. ഈ വീഴ്ച മൂലം കേരളത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കപ്പെടാതെ പോകരുത്. ഇതിലുൾപ്പെട്ട ഗൗരവപരമായ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി മേൽ നടപടികൾ സ്വീകരിക്കാൻ പിണറായി വിജയൻ സെബിക്ക് കത്ത് നൽകിയിരുന്നു. സർക്കാരിന്റെ ഒത്തുകളികളെ നിയമപരമായും രാഷ്ട്രീയമായും പ്രതിപക്ഷം നേരിടുമെന്ന് പറഞ്ഞ അദ്ദേഹം സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതി ലഭ്യമാക്കാത്തതുകൊണ്ടും സെബി റെഗുലേഷൻസ് പാലിക്കാത്തതുകൊണ്ടും ഓഹരി കൈമാറ്റം സംബന്ധിച്ച അപേക്ഷയിൽ അദാനി ഗ്രൂപ്പിനോട് വിശദീകരണം തേടണമെന്നും മേൽപ്പറഞ്ഞ നടപടികൾ സ്വീകരിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നു. 2015 പ്രകാരം ഓഹരി കൈമാറ്റം സുതാര്യമാക്കണമെന്നും ഇതു സംബന്ധിച്ച എല്ലാ പ്രശസ്ത കാര്യങ്ങളും സ്റ്റോക്ക് എക്സ്ചേഞ്ച് അധികാരികളെ അറിയിക്കണമെന്നുമാണ് വ്യവസ്ഥ. എന്നാൽ സെബി അധികാരികൾക്ക് മുമ്പാകെ സുതാര്യമായി കാര്യങ്ങൾ അറിയിച്ചിട്ടില്ല. സംസ്ഥാന സർക്കാരുമായി അദാനി ഗ്രൂപ്പ് ഒപ്പിട്ട കരാറിലെ ക്ലോസ് 5.3.1 പ്രകാരം ഉടമസ്ഥാവകാശം മാറുന്നതിന് സർക്കാരിന്റെ മുൻകൂർ അനുമതി വേണമെന്നാണ് നിബന്ധന. ഓഹരി കൈമാറുന്ന കാര്യത്തിലും സമാനമായ നിയന്ത്രണമുണ്ട്. ഒറ്റയ്ക്കോ കൂട്ടായോ 25% മുകളിൽ ആർക്കെങ്കിലും ഓഹരി കൈമാറുന്നതിനും മുൻകൂർ അനുമതി ആവശ്യമാണ്. സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതി ഇല്ലാതെ അദാനി ഗ്രൂപ്പിന് ഉടമസ്ഥാവകാശം മൊത്തത്തിലോ ഓഹരി കൈമാറ്റത്തിലോ കൈമാറാൻ കഴിയില്ലെന്നാണ് ക്ലോസ് 5.3 പറയുന്നത്. എന്നാൽ സെബിയെ ഓഹരി കൈമാറ്റം സംബന്ധിച്ച കരാറിൽ ഉൾപ്പെട്ടതായി അറിയിച്ചിട്ടും സംസ്ഥാന സർക്കാരിനെ അറിയിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടില്ല. സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതി തേടുക എന്നത് കേവലമായ ഒരു സാങ്കേതികതയല്ല. ഇത്തരമൊരു കൈമാറ്റത്തിന്റെ ആവശ്യകത തന്നെ പരിശോധിക്കാൻ സർക്കാരിന് അവകാശമുണ്ട്. ഇതെല്ലാം ലംഘിച്ചാണ് അദാനി ഗ്രൂപ്പ് മുന്നോട്ട് പോകുന്നത്. ഇതുകൂടാതെ 2015 സെബി റെഗുലേഷൻ 30 പ്രകാരവും അനുബന്ധ സർക്കുലർ പ്രകാരവും അദാനി ഗ്രൂപ്പ് സെബിക്ക് നൽകിയ അപേക്ഷ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ല. മാത്രമല്ല ഇത് കൃത്യവും സുതാര്യവുമായ വെളിപ്പെടുത്തലല്ല. ദേശീയ സുരക്ഷയും പൊതു താൽപര്യവും പാലിച്ചുകൊണ്ട് മാത്രമേ അനുമതി നൽകാവൂ എന്ന് കരാറിലുണ്ട്. ഇക്കാര്യങ്ങളും പിണറായി സെബിക്ക് അയച്ച കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്.